सत्य परेशान हो सकता है लेकिन पराजित नहीं कर सकता। नमस्कार दोस्तों, आप सभी को കോക്കനട്ട് ലേഡി ചാനൽ पर स्वागत है। ഞാൻ പറഞ്ഞ കോട്ടിങ് എന്താണെന്നല്ലേ, സത്യം എപ്പോഴും നമുക്കൊരു ടെൻഷൻ തരുന്നതായിരിക്കാം, പക്ഷെ ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്തില്ല. അതാണ് സത്യ പരേശാനി दे सकता है लेकिन हमें कभी पराजित नहीं कर सकता। तो दोस्तों, आज का सेक्शन हम शुरू करते हैं। आज का सेक्शन में हम कुछ ऐसे शब्दों को ग्रहण करने वाले हैं जो सुनने में तो एक समान होता है. അതായത് എന്താണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ എന്ത് വേർഡ്സാണ് പഠിച്ചത്? അനേകാർത്ഥക, അതായത് ഒരു വേർഡിന് തന്നെ പല മീനിങ്സ് വരുന്ന വേർഡ്സാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏകദേശം സംസാരിക്കുമ്പോൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരേപോലെ തോന്നും, പക്ഷേ അതിൻ്റെ ചെറിയ ചേഞ്ചസ്, ചെറിയ മാത്രകളുടെ ചിലപ്പോൾ ആ മാത്ര ഉണ്ടാവും, അതിൽ ഒരേ വാക്കുകളായിരിക്കും, ചിലപ്പോൾ മാത്രകളുടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ കാണും. പ്രൊനൗൺസിയേഷൻ ഏകദേശം ഒരുപോലെ ഇരിക്കും. അതുപോലത്തെ കുറച്ച് വാക്കുകൾ, അതായത് 5 വാക്കുകൾ, അതിൽ പക്ഷേ സൂക്ഷിച്ചും കണ്ടും പ്രൊനൗൺസ് ചെയ്യണം. പ്രൊനൗൺസ് ചെയ്യുന്നതിൽ ചെറിയ മാറ്റങ്ങളിൽ ചെറിയൊരു ഊന്നൽ ഒക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻറ്റയർലി മാറിപ്പോവും. അപ്പോൾ കുട്ടികൾക്കാണ് ഞാൻ മെയിനായിട്ടിത്. കാരണം കുട്ടികൾ ചിലപ്പോൾ എഴുതുമ്പോൾ പറയും, ടീച്ചർ ഇങ്ങോട്ടൊരു ഈര മാത്രം ഇങ്ങോട്ടായി പോയെന്നല്ലേ ഉള്ളൂ, ആ വാക്ക് അതുപോലെ അല്ലേ എഴുതേണ്ടതെന്ന്. പക്ഷേ ആ വാക്ക് ചെറിയൊരു മാത്രം മാറുമ്പോഴേക്കും അതിൽ വലിയൊരു ചേഞ്ചാണ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഈ ഒരു സെക്ഷൻ കൊണ്ടുവന്നത്. അപ്പോൾ തുടങ്ങിയാലോ? അത് എൻ്റെ പേര് പറയുമ്പം ശ്രുതിസം ഭിന്നാർത്ഥക് ശബ്ദം. അതായത് ശ്രുതി, നമ്മുടെ ആ ഒരു ശ്രുതി നമ്മൾ പറയുന്നത് ഏകദേശം ഒരുപോലെ ആയിരിക്കും, പ്രൊനൗൺസിയേഷൻ ഒരുപോലെ ആയിരിക്കും, പക്ഷേ അതിൽ ഡിഫറൻസ് ഉണ്ട്, അർത്ഥത്തിൽ ഡിഫറൻസ് വരുന്നതാണ്. तो पहला शब्द उसमें हम ग्रहण करने वाले हैं मैं. അപ്പോൾ നിങ്ങൾ പറയും, മേ 2 എണ്ണം ഉണ്ടോ? ആ ഉണ്ട്. മേ എന്ന്, അതായത് മാ എഴുതി ഐയുടെ മാത്ര 2 വര മേളിൽ വന്ന് കുത്തിടുമ്പം അതിൻ്റെ അർത്ഥം എന്താണ്? സ്വയം, മേ, ഞാൻ എന്നുള്ള അർത്ഥമാണ് അല്ലേ. ഇനി മാ മേളിൽ 1 വര മാത്രം ഇടുമ്പോഴും അതും നമ്മൾ മേന്ന് തന്നെയാണ് വായിക്കുന്നത് അല്ലേ. അപ്പോൾ ആ മേയുടെ അർത്ഥം എന്താണ്? അന്തർ, ഉള്ളിൽ എന്നുള്ള അർത്ഥമാണ്. ഘർ മേ രഖാ ഹെ, കപ്പടെ ഘർ മേ രഖാ ഹെ, വീട്ടിനുള്ളിൽ വെച്ചിരിക്കുകയാണ്, വീട്ടിൽ വെച്ചിരിക്കുകയാണ് അല്ലേ. മേ ഘർ ജാ രഹി ഹൂँ, ഞാൻ വീട്ടിൽ പോവുകയാണ് എന്നാണ് ആ മേയുടെ അർത്ഥം അല്ലേ. ഞാൻ, സ്വയം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റൊരു വാക്ക്. ഇപ്പം നമ്മളൊരു വാക്ക് പഠിച്ചത് എന്താണ്? മേ, അതായത് മേ പിന്നെ മേ, ഞാനെന്നും മേ, വെറുതെ നമ്മൾ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മേയും. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 മേ ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ വാക്കാണ് ദീൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾ പലപ്പോഴും തെറ്റിക്കാറുണ്ട്. ദിന്നിൻ്റെ സ്പെല്ലിംഗ് ആദ്യം ചോട്ടിക്ക് മാത്രമാണ്, ചെറിയ ഈട മാത്രയും ദായും നായുമാണ് ദിൻ, ദിവസം എന്നുള്ളതിന് നമ്മൾ എഴുതാറ്. ഇനി ദീൻ എന്ന് എഴുതിയാലോ, ആ മാത്രം ഇപ്പുറത്തോട്ടിട്ടെന്ന് വെച്ചു, ബടിക്ക് മാത്ര, വലിയ ഈൻ്റെ മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ദീൻ എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ദിവസം എന്നാണോ? അല്ല. ആ മാത്രം ഇത്തിരി അങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാവപ്പെട്ടവൻ, ഗരീബ്, ബേചാര എന്നുള്ള അർത്ഥമാണ് ദീൻ എന്നതിൻ്റെ വേർഡിൻ്റെ അർത്ഥം. ദീൻ, അതിനെ വായിക്കുന്ന ദീൻ എന്നും, ആദ്യത്തെ വാക്ക് ദിൻ എന്നുമാണ് വായിക്കുന്നത്. ദിൻ എന്ന് പറഞ്ഞാൽ ദിവസമെന്നും, ദീൻ എന്ന് പറഞ്ഞാൽ ഗരീബ് നെഹിത്തു ബേചാര എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ അങ്ങനത്തെ ഏകദേശം മനസ്സിലായില്ലേ? പ്രൊനൗൺസ് ചെയ്യുമ്പോഴും എഴുതുമ്പോഴും ഏകദേശം സെയിം വേർഡിങ്സ് ആണ് വരുന്നത്. പ്രൊനൗൺസിയേഷനും ഇതുപോലെ ഏകദേശം ഒരുപോലെ വരും. അത് ദീന് നമ്മൾ ഈടെ മാത്രം നീട്ടി പറയണം എന്നുള്ളത് അങ്ങനെ തന്നെ വായിക്കണം, അങ്ങനെ തന്നെ വായിച്ചാലേ അതിൻ്റെ അർത്ഥവും മാറി വരത്തുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന വാക്കുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം ആദ്യം നമ്മൾ 2 വാക്കുകൾ പരിചയപ്പെടുത്തും, ഒന്ന് മേയും ഒന്ന് ദീനും. ഓക്കെ, ഇനി മൂന്നാമത്തെ വാക്ക് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ വാക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്ന് ഗ്രഹ, മറ്റൊന്ന് ഗൃഹ. ഒന്ന് ഗ്രഹ, ഒന്ന് ഗൃഹ. ഗ്രഹ എന്ന് പറയുന്ന ക്ര മാത്ര വരുന്നത് നക്ഷത്രം എന്നുള്ള അർത്ഥമാണ്. ഗ്രഹ. ഇനി ഗൃഹ എന്ന് പറയുന്ന അർത്ഥം എന്തായിരിക്കും വരുന്നത്? വീട്, ഘർ എന്നുള്ള അർത്ഥമാണ്. ഒന്ന് ഗ്രഹ, നക്ഷത്ര, ഗൃഹ എന്ന് പറയുന്നത് വീട് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അങ്ങനെ അടിച്ചു നമ്മൾ 3 വാക്കുകൾ. ഇനി നെക്സ്റ്റ് 4ാമത്തെ വാക്കാണ് ഒന്ന് എന്താണ്? സമാൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ, സമാൻ. സമാൻ, സായും മായും നായും,
സമാൻ എന്ന് മാത്രം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈക്വൽ, ബരാബർ എന്നുള്ള അർത്ഥമാണ്. ഇനി സാമാൻ എന്ന് എഴുതിയാലോ? സായിക്ക് ആക്ക മാത്രയും കൂടെ ഇട്ട് സാമാൻ എന്ന് എഴുതിയാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? സാധനങ്ങൾ, വസ്തുക്കൾ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, സാമാൻ എന്നെഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം വസ്തുക്കൾ, സാധനങ്ങൾ എന്നാവും. സമാൻ എന്നെഴുതിയാൽ എന്താണ്? ഈക്വൽ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം നമ്മളിപ്പോൾ 4 വാക്കുകൾ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം മേ എന്നുള്ള വാക്ക്, നെക്സ്റ്റ് ദിൻ, ദീൻ എന്നുള്ള വാക്ക്, മൂന്നാമത്തത് ഗ്രഹ എന്നുള്ള വാക്ക്, 4ാമത്തെ സെക്ഷൻ പെയർ പഠിച്ചത് എന്താണ്? സമാൻ ഓർ സാമാൻ അല്ലേ? ഇനി 5ാമത്തെ വാക്ക്, ഒരു വാക്കും കൂടെ നമുക്ക് നോക്കാം. 5ാമത്തെ വാക്കായിട്ട് നമ്മൾ അനിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അനൽ എന്ന് പറഞ്ഞാൽ അഗ്നി, ആഗ് എന്നർത്ഥമാണ്. അനിൽ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഹവ, കാറ്റ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ 5 വാക്കുകൾ പഠിച്ചു അല്ലേ? ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, ചെറിയ മാത്രകളുടെ. ഏകദേശം പറയുമ്പം ഏകദേശം പ്രൊനൗൺസിയേഷനൊക്കെ ഒരുപോലെ വരും, വാക്കുകളൊക്കെ എല്ലാം തന്നെ ഒരുപോലെയാണ്, ഒരേ വാക്കുകളാണ്, ചെറിയ സ്ലൈറ്റ് ചേഞ്ചസേ ഉള്ളൂ. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക. വാക്കുകൾ നമുക്കറിയാം എപ്പോഴും സൂക്ഷിച്ചുപയോഗിക്കേണ്ടതാണല്ലേ. അപ്പം मुझे लगता है आज का सेक्शन आपको बहुत अच्छा लगा होगा. आपको बहुत लोगों को बहुत सारी ज्ञान प्राप्त हुए होंगे. इसी आशा के साथ आज का सेक्शन समाप्त करती हूँ. अगले सेक्शन में मिलने तक अलविदा.